ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 24 വാക്യം 11 നാം ഇങ്ങനെ വായിക്കുന്നു. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. പശ്ചാത്തലം ഇതാണ്. യേശു മരിച്ചിട്ട് 3-ാം ദിവസം ശിഷ്യരെല്ലാം ദുഃഖിതരാണ്, എല്ലാം തകർന്നു നിരാശരാണ്. കുറച്ച് ഭക്തസ്ത്രീകൾ യേശുവിൻ്റെ ശരീരത്തിൽ തൈലം പൂശുന്നതിന് വേണ്ടി കല്ലറയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ കണ്ടത് അതിവിസ്മയകരമായ കാര്യമായിരുന്നു. കല്ലറ തുറന്നു കിടക്കുന്നു. യേശു അവിടെയില്ല, ശരീരം അവിടെയില്ല. വേഗം തന്നെ യേശുവിൻ്റെ അനുഭവം അവർക്കുണ്ടാവുകയാണ്. പുനരുത്ഥിതനായ യേശുവിനെ അവർ കാണുകയാണ്. യേശു അവരുമായിട്ട് സംസാരിക്കുകയാണ്. യേശു അവരോട് പറയുന്നു, നിങ്ങൾ പോയി ശിഷ്യരോട് ഈ സംഭവം അറിയിക്കുക. അങ്ങനെ അവർ ഓടുകയാണ് ശിഷ്യരുടെ അടുത്തേക്ക്. അവർ ഓടിപ്പോയി ആവേശത്തോടെ ആ പുതിയ വാർത്ത അറിയിച്ചു. നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിരിക്കുന്നു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അവർക്കത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. പുനരുത്ഥാനം, യേശുവിൻ്റെ പുനരുത്ഥാനം മനുഷ്യബുദ്ധിക്ക് അതീതമായ, അതേസമയം ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുത സംഭവമാണ്. അതിന് സാമാന്യ ബുദ്ധി കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. അത് ശിഷ്യർക്ക് പുതിയൊരു ജീവൻ നൽകുന്നു. അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഭീരുക്കളായിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവൻ ത്യജിക്കുന്നതിന് പോലും തയ്യാറാകുന്ന പ്രതിഭാസമാണ് പിന്നീട് നമ്മൾ കാണുക. അത് തന്നെയാണ് പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും.